അങ്ങനെ മേഘനെ കണ്ണൻ വിളിക്കുകയാണ്. കണ്ണന്റെ കോള് കാണുന്നതും എന്തിനാണോ വിളിക്കുന്നത്, അവള് പോയി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണന്റെ കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് നീ എവിടെയാണെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ പൂവാറിൽ ആയുർവേദ റിസോർട്ടിലാണെന്ന് മേഘൻ കള്ളൻ പറയുന്നതും അവിടെ ഏത് റിസോർട്ട്, അവിടെ ഞാൻ ഒരുപാട് കാലം കിടന്നതാണ്, അവിടെ ഞാൻ അറിയാത്ത റിസോർട്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോ കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഈ റിസോർട്ട് തുടങ്ങിയിട്ട്, ഇവിടെ നല്ല മർമാണി ചികിത്സ ഉണ്ടെന്നും അതിനാണ് വന്നതെന്നും വീണ്ടും മേഘൻ കണ്ണനോട് കള്ളൻ പറയുന്നുണ്ട്. തുടർന്ന് നീ എപ്പോ തിരിച്ചു വന്നാലും ഉടനെ എന്നെ അറിയിക്കണം, ഇന്ന് മഹാലക്ഷ്മി നിന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നിരുന്നു, എന്നിട്ട് നിരാശയോടെ മടങ്ങി എന്ന് കണ്ണൻ പറയുമ്പോൾ ഞാൻ അവിടെ ഇല്ലല്ലോ കണ്ണോ, പിന്നെ എങ്ങനെ ഞാൻ കാണും എന്നെല്ലാം മേഘൻ പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് നീ വന്ന ഉടനെ തന്നെ എന്നെ അറിയിക്കണമെന്ന് കണ്ണൻ പറയുമ്പോൾ വന്നാൽ ഞാൻ ഉടനെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സ്വാതിയാണെങ്കിൽ മേഘേട്ടൻ എന്തിനാ അവളെ കാണാൻ ഇങ്ങനെ ഭയപ്പെടുന്നത്, കണ്ണേട്ടനോട് എന്തിനാ കള്ളം പറഞ്ഞത് എന്നെല്ലാം ചോദിക്കുമ്പോൾ കള്ളം പറഞ്ഞില്ലെങ്കിൽ അവൻ അവളുടെ കെട്ടിയോളും കൂട്ടി നേരെ ഇങ്ങോട്ട് പോരും, എനിക്ക് അവളെ കാണാൻ തീരെ താല്പര്യമില്ല എന്നെല്ലാം മേഘം പറയുമ്പോൾ അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചതെന്ന് സ്വാതി വീണ്ടും പറയുമ്പോൾ സ്വാതി പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് മേഘേട്ടനും അവരും തമ്മിൽ എന്തെങ്കിലും ഉടക്കുണ്ടായോ എന്നെല്ലാം സ്വാതി ചോദിക്കുമ്പോൾ അവൾ ആളത്ര ശരിയൊന്നും അല്ല എന്ന് മേഘൻ പറയുമ്പോൾ അതിന് അവരല്ലേ മേഘേട്ടനെ കാണുമ്പോൾ ഭയപ്പെടുന്നത്, അതിന് മേഘേട്ടൻ എന്തിനാ അവരെ കാണുമ്പോൾ ഭയപ്പെടുന്നു എന്നെല്ലാം സ്വാതി ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് ഏട്ടനും അവരും തമ്മിൽ കണ്ടാലേ മനസ്സിലാകൂ എന്ന് സ്വാതി പറയുമ്പോൾ അവളിൽ നിന്നും എത്ര കാലം മറഞ്ഞു നിൽക്കാൻ കഴിയുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് മറഞ്ഞു നടന്നേ പറ്റൂ എന്ന് മേഘനും പറയുന്നുണ്ട്. അവളെ വെറുപ്പിക്കുന്നവരെയൊക്കെ കണ്ണനും വെളുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്വാതി പറയുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ തലവേദന, അവളെയും കണ്ണനെയും തമ്മിൽ തെറ്റിക്കാതെ നമുക്ക് അവന്റെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവില്ല, അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നാലും നമ്മൾ ആഗ്രഹിച്ചത് പോലെ ഒന്നും നമുക്ക് കിട്ടില്ല, തരാനായിട്ട് അവള് സമ്മതിക്കില്ല, അവള് പറയാതെ കണ്ണനെ ഒന്നും നൽകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. എന്തായാലും രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഒരാൾ അവതാരം എടുത്തു കഴിഞ്ഞു, അയാളുടെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചോളൂ എന്നെല്ലാം മേഘൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കരുണയും ഉണ്ണയും കൂടി വരുന്നത് കാണുമ്പോൾ ദുർഗ ചെന്നിട്ട് മോളെ ഇങ്ങോട്ട് വീണ്ടും വഴക്കുണ്ടായോ എന്നൊക്കെ ദുർഗ പേടിയോട് ചോദിക്കുമ്പോൾ വഴക്കിട്ട് പോകുന്നൊന്നും അല്ല അമ്മേ, നാളെ വിഷു അല്ലേ, നല്ലൊരു വിഷുക്കണി മുത്തശ്ശി വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടാകും, അതുകൊണ്ട് അച്ഛൻ എന്നെ ഇപ്പൊ കൂട്ടാൻ അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ എത്തും എന്നും പറയുന്നുണ്ട്. ഇതേ സമയം ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നതും കരുണയാണെങ്കിൽ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വരുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ ഇന്ന് നേരത്തെ എത്തിയല്ലോ, നിന്നെ കാണാതെ പോകാമെന്ന് കരുതിയതാണ് ഞാൻ എന്നെല്ലാം കരുണ മഹാലക്ഷ്മിയോടായിട്ട് പറയുമ്പോൾ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഇവിടെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നിന്നെയല്ലേ, നാളെ വിഷു ആയിട്ടെങ്കിലും ആ കാഴ്ച കാണണ്ടെന്ന് ഞാൻ കരുതി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന കരുണയുടെ വാക്കുകൾ കേട്ട് കണ്ണന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് വിഷു ആയിട്ട് എന്റെ ഭാര്യയെ കണി കാണാനാണ് എനിക്ക് ഇഷ്ടം എന്ന് കണ്ണൻ പറയുമ്പോൾ ഇനി എന്ത് കണി കണ്ടാലും തന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നെല്ലാം കരുണ അഹങ്കാരത്തോടുകൂടി മനസ്സിൽ പറയുന്നുണ്ട്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ നല്ലൊരു വിഷുക്കണി കണ്ടിട്ടില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്, എല്ലാ വർഷവും നിന്നെ വിഷുക്കണി കാണിക്കുന്നത് ഞാനല്ലേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ 6-7 മണിക്ക് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ ഞാൻ മറ്റു പല കാഴ്ചകളും അതിനുള്ളിൽ കണ്ടു കാണുമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ഉണ്ണിയും ദുർഗയും ഒക്കെ ശരിക്കും വല്ലാതാവുന്നുണ്ട്. തുടർന്ന് എന്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ അങ്ങനെയല്ല, അമ്മ കൃത്യം 4 മണിക്ക് മുൻപ് തന്നെ വിഷുക്കണി ഒരുക്കി എന്നെ വിളിക്കുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ പ്രതാപൻ വരികയാണ്. പ്രതാപനെ കാണുന്നതും സന്തോഷത്തോടെ കരുണ പ്രതാപന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പ്രതാപൻ വന്നിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഒക്കെ ആശംസിക്കുന്നുണ്ട്. തുടർന്ന് കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ വിഷു ആയതുകൊണ്ട് ഉണ്ണിമോനെയും മോളെയും ഒരുമിച്ചാണ് വിളിച്ചത്. ഉണ്ണിമോനാണെങ്കിൽ അമ്മയും പെങ്ങളും ഒരുക്കി വിഷുക്കണി കണ്ടിട്ട് അങ്ങോട്ട് വരാനാണെന്ന് പറഞ്ഞതെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ കരുണമോളോടൊപ്പം പൊക്കുമെന്നെല്ലാം ദുർഗ ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട് വിഷുവിന്റെ അന്ന് എനിക്കും അമ്മയ്ക്കും മോളുടെ മുഖം കാണാനാണ് ഇഷ്ടം, വിഷുക്കണി വെച്ച സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയാലും ഞാൻ ആദ്യം നോക്കുന്നത് മോളുടെ മുഖത്തേക്കാണ്, അതൊരു ശീലമായി പോയി എന്നെല്ലാം കരുണയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇവിടെ ആ സമയത്ത് അമ്പലത്തിലേക്കോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവളുടെ മുഖം അന്നത്തെ ദിവസം കാണുന്നത് എനിക്കും അമ്മയ്ക്കും ഇഷ്ടമല്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന്. തുടർന്ന് നീ എന്നും ഇവളെയാണോ കണി കാണുന്നത് എന്നെല്ലാം പ്രതാപൻ കണ്ണനോട് ചോദിക്കുമ്പോൾ ഇയാളെ കാണണം എന്നാണ് ആഗ്രഹം എന്താണെന്ന് പ്രതാപനോടായിട്ട് കണ്ണൻ ചോദിക്കുമ്പോൾ കണ്ടോ എന്നെല്ലാം പുച്ഛിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇവളുടെ മുഖം കണ്ടാൽ പിന്നെ അധികകാലം ആരുടെയും മുഖം കാണേണ്ടി വരില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേ സമയം ഇവള് ജനിച്ചതിൽ പിന്നെ ഇവളുടെ അമ്മ എന്നും കണി കാണുന്നത് ഇവളുടെ മുഖമാണ്, അതുകൊണ്ട് എന്താ നല്ല പ്രായത്തിൽ തന്നെ അവളുടെ അച്ഛൻ തട്ടിപ്പോയി, എന്നിട്ടും അവൾ ആ പതിവ് തെറ്റിച്ചിട്ടില്ല എന്നും മഹാലക്ഷ്മിയെ നോവിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ അതുകൊണ്ട് എന്താ എന്റെ അമ്മയ്ക്ക് കണ്ണേട്ടനെ പോലെ നല്ലൊരു മരുമകനെ കിട്ടിയില്ലേ, എല്ലാം തികഞ്ഞൊരു മരുമകൻ എന്നെല്ലാം കണ്ണനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ. അപ്പൊ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ഞാൻ യോഗ്യത കുറഞ്ഞ മരുമകനാണ്, എന്നാൽ ഇയാളെ എന്നും കണി കാണുന്ന
ഇയാളുടെ അമ്മയ്ക്ക് ഇവനെയും മരുമകനായി കിട്ടിയില്ലേ? യോഗ്യതയുള്ള എല്ലാം തികഞ്ഞ എന്റെ അനിയനെ അതെന്താ അച്ഛൻ പറയാത്തതെന്നെല്ലാം കണ്ണൻ തിരിച്ചു ചോദിക്കുമ്പോൾ എന്റെയും എന്റെ അമ്മയുടെയും മോളുടെയും മനസ്സൊക്കെ നന്നായിട്ടാണ് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് ഉണ്ണിയോടായിട്ട് മോൻ ഉറപ്പായും വരണമെന്നും അമ്മയെയും പെങ്ങളെയും കൂട്ടണമെന്നും പ്രതാപൻ പറയുന്നുണ്ട്. തുടർന്ന് കണ്ണനോടായിട്ട് നാളെ രാവിലെ ഇവളെ തന്നെ നീ വിഷുക്കണി കാണണം, അതൊരു 1.5 കണിയായിരിക്കും എന്നും പറയുന്നുണ്ട്. അടുത്ത വിഷുവിന് കരുണമോളുടെ കുഞ്ഞിനെ ആയിരിക്കും, കരുണമോൾക്ക് ഒരു ഉണ്ണിക്കണ്ണനായിരിക്കും പിറക്കാൻ പോകുന്നത്. ആ കുഞ്ഞിനെ ആയിരിക്കും എല്ലാവരും കണി കാണാൻ പോകുന്നത്. അടുത്ത വർഷങ്ങളിലും ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആയിരിക്കും കണി കാണാൻ പോകുന്നതെന്നെല്ലാം പ്രതാപൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കരുണയും കൂട്ടിക്കൊണ്ട് പ്രതാപൻ പോകാൻ തുടങ്ങുന്നതും ഒന്ന് നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ വിളിക്കുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ അനിയന്റെ കുഞ്ഞുങ്ങള് എന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെയാണ്, അവരെ ഞാൻ അങ്ങനെ കാണൂ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കില്ല എന്നറിയാം, അത് എന്റെ കുഴപ്പം കൊണ്ടാണെന്നും അറിയാം. എന്റെ ഭാര്യയ്ക്ക് അതിൽ സങ്കടം ഇല്ലെങ്കിൽ എനിക്കും ഇല്ല. എന്റെ മരണം വരെ എന്റെ ഭാര്യയുടെ മുഖമാണ് എന്റെ വിഷുക്കണി, അതിൽ പരം മറ്റൊരു ഭാഗ്യം എനിക്ക് വേണ്ട എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. പ്രതാപനോടായിട്ട് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ മോലെ പോലെ നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടിയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നതെങ്കിൽ അവര് വീടിനും നാടിനും ആപത്തായിരിക്കും, അവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും കണ്ണൻ മുഖത്ത് നോക്കി പ്രതാപന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് പ്രതാപനും കരുണനും ശരിക്കും വല്ലാതാവുന്നുണ്ട്. തുടർന്ന് കരുണ പറയുന്നുണ്ട്, വില കുറഞ്ഞ മറുപടികൾക്കൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കാതെ അച്ഛൻ വരാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ പ്രതാപനോടായിട്ട്. അങ്ങനെ ആയിക്കോട്ടെ കണ്ണച്ചേര എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ കരുണയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. അവര് പോയതിനു ശേഷം ദുർഗയും ഉണ്ണിയോടും ഒക്കെ ആയിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നും പോകുന്ന മോളെ ഇനി ഇങ്ങോട്ട് വിടണ്ടെന്ന് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞേനെ. അവരോട് നേർക്ക് നേരിൽ നിന്ന് സംസാരിക്കരുതെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു നിർത്തുന്നത്. പക്ഷെ തള്ളയും മകനും ഒരുപാടങ്ങ് മുതലിലിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എന്റെ ഭാര്യയെയും എന്നെയും കൊച്ചാക്കാനും വേദനിപ്പിക്കാനും നോക്കിയാൽ പിന്നെ ഇവിടെ നിന്റെ ഭാര്യ കാണില്ല, അവളുടെ ബന്ധുക്കളും കാണില്ല, അത് ഓർമ്മ വെച്ച് വേണം ഓരോന്ന് പറയാൻ എന്നൊക്കെ ഇത്രയും പറഞ്ഞിട്ട് കണ്ണൻ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, കരുണയെയും അവളുടെ മുത്തശ്ശിയും അച്ഛനെയും ഒക്കെ ഒന്ന് നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ ഈ മണ്ടൻ നമ്മളെ എല്ലാവരെയും പുറത്താക്കും എന്നെല്ലാം ദുർഗ പറയുമ്പോൾ കരുണേർത്തി പറഞ്ഞത് ശരിയാണ്, നാളെ അവളെ കാണേണ്ടി വരുമല്ലോ, സഹിച്ചേ പറ്റുമെന്ന് മഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം. പിന്നീട് മുറിയിലെത്തുന്ന കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നാളത്തെ വിഷുക്കുണി ഒരുക്കേണ്ടതും എന്നെ കണി കാണിക്കേണ്ടതും എന്റെ ഭാര്യയാണ്, അതിലുപരി വിഷുവായിട്ട് തന്റെ മുഖം കാണുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് കണ്ണൻ പറയുമ്പോൾ ആദ്യം ഉണ്ണിക്കണ്ണനെ തന്നെ കണ്ടാൽ മതി, എന്റെ മുഖം ഒന്നും നോക്കണ്ട, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, എന്റെ മുഖം കണി കണ്ടിട്ടാണ് എന്റെ അച്ഛൻ മരിച്ചതെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അയാളെ പോലെ വിവരദോഷികളുടെ വാക്കുകളൊന്നും ഞാൻ കേൾക്കാറില്ല, അയാളുടെ മോളെ കണ്ട് അങ്ങനെ ഭയന്നാൽ മതി, മനസ്സിൽ നന്മയില്ലാത്തവരെ കണി കാണുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, തന്നെ പോലെ സാധുവായ ഒരു ചേച്ചിയെ വെറുക്കുന്നവർക്ക് എങ്ങനെ വളർച്ചയുണ്ടാകും എന്ന് എനിക്ക് അറിയില്ല, തന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ മാത്രമേ തന്റെ അനിയത്തിക്ക് നന്മയുണ്ടാകൂ ഉയർച്ചയുണ്ടാകൂ എന്ന് കണ്ണൻ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവൾക്ക് ദോഷം വരുന്നത് ഒന്നും ചെയ്യാനും പ്രവർത്തിക്കാറും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അവളുടെ സംസാരവും പ്രവൃത്തിയും തന്നെയാണ് അവളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. ഉണ്ണിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോട്ടാണ് കരുണ എന്നും ഏറ്റവും വലിയ കോട്ടാണ് കരുണ എന്ന് അവന്റെ ഭാര്യ എന്നും കണ്ണൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കരുണയും കൂട്ടി പ്രതാപൻ വരുന്നത് കണ്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ഓടി ചെല്ലാണ്. അപ്പൊ ഉണ്ണിക്കുട്ടൻ വന്നില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നാളെ രാവിലെ കണി കണ്ടതിന് ശേഷം വരാമെന്ന് പറഞ്ഞു എന്ന് പ്രതാപൻ പറയുന്നതും ഒരുത്തി അവിടെ ഉണ്ടല്ലോ, അവളെ 1-ാം തീയതിയായിട്ട് കണി കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ ഉണ്ണിമോനെയും വിളിച്ചുകൊണ്ട് വരാനില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആദ്യത്തെ വിഷയമായിട്ട് അവിടുന്ന് കണി കണ്ടാൽ മതിയെന്ന് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ, അങ്ങനെ നിർബന്ധം പിടിച്ചില്ലല്ലോ മുത്തശ്ശി എന്നെല്ലാം കരുണ പറയുമ്പോൾ അത് ശരിവെക്കുന്നുണ്ട് കേട്ടോ പ്രതാപനം. തുടർന്ന് ഇത്തവണ അവൾ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ആശ്വാസം ഒക്കെ മഹാലക്ഷ്മി ഇല്ലതിന്റെ ആശ്വാസമൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മൂത്ത മകളില്ലാത്തതിന്റെ എല്ലാ വിഷമവും നിന്റെ കെട്ടിയോൾക്ക് കാണുമെന്ന് പറയുമ്പോൾ അവൾക്ക് വിഷമമുണ്ടെങ്കിൽ അവൾ എവിടെയെങ്കിലും പോയിരിക്കട്ടെ. തുടർന്ന് വീൽ ചെയറിലിരിക്കുന്ന തമ്പുരാന്റെ വക ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു എന്നെല്ലാം കണ്ണനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ ഇതേ സമയം. തുടർന്ന് അവൻ പറയട്ടെ, അവൻ നാളെ കണി കാണാൻ പോകുന്നത് ജാതക ദോഷവും പേര് ദോഷവും ഉണ്ടാക്കി വരുത്തിയല്ലേ, അതോടെ അവളുടെ എല്ലാ ദോഷവും അവനും കിട്ടുമെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അതിന്റെ പേരിലാണ് അവിടെ സംസാരം ഉണ്ടായതെന്ന് പ്രതാപൻ പറയുമ്പോൾ അതിനുള്ള മറുപടി അടുത്ത 1 വർഷത്തിനുള്ള അവന് കിട്ടും, പുക കണ്ടില്ലെങ്കിൽ ഭാഗ്യം എന്നെല്ലാം കണ്ണനെ പ്രാഗിക്കൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്. തുടർന്ന് കരുണയെ സ്നേഹത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മേഘനെ കാണാനായിട്ട് സാഗർ വരികയാണ്. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, നിന്നെ എന്തിനെ വിളിപ്പിച്ചെന്നറിയോ, വിഷുവാണ് വരുന്നത്, നീ അവൾക്ക് വിഷുക്കോടി വല്ലതും എടുത്തു കൊടുത്തു എന്ന് മേഘൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സാഗർ പറയുന്നത്. പിന്നെ നീ എവിടുത്തെ കാമുകനാടാ, അവള് നിന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾക്ക് ഒരു വിഷുക്കോടിയുമായിട്ട് നീ അവളുടെ അടുത്തേക്ക് ചെല്ലണം, കണ്ണൻ എടുത്തു കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു വിഷുക്കോടി എന്ന് മേഘൻ
മേഘൻ പറയുമ്പോൾ അതൊക്കെ വേണോ സാറേ എന്ന് സാഗർ ചോദിക്കുമ്പോൾ അതൊക്കെ വേണം. ഇന്ന് അവളുടെ കയ്യിൽ വിഷുക്കോടി എത്തണം. നാളെ അവൾ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്കോ ഒക്കെ പോകുന്നത് നീ എടുത്തു കൊടുത്ത വിഷുക്കോടിയും ധരിച്ചു വേണം പോകാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ നീ ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അവളുടെ പ്രിയപ്പെട്ട സമ്മാനം. നീ കൊടുക്കുന്ന സാരി അല്ലാതെ നാളെ അവൾ മറ്റൊരു വേഷവും ധരിക്കില്ല എന്നൊക്കെ മേഘൻ